1950 മുതൽ ലോകത്തിലെ രണ്ട് വമ്പൻ ശക്തികൾ ചൈനയും റഷ്യയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന് ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല. ഒരുപക്ഷെ ചൈനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പോലും റഷ്യയുടെ സൗഹൃദമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ചൈനയുടെ അയൽ രാജ്യമാണ് റഷ്യ. എന്നാൽ റഷ്യയുടെ അതിർത്തി മാന്താൻ ചൈന ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ആ സൗഹൃദത്തിന് ഒരു കോട്ടം സംഭവിച്ചോ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം വേറൊന്നുമല്ല, യുക്രൈൻ 3 വർഷം മുമ്പ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ പോലും ചൈന റഷ്യയെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. പോരാത്തതിന് റഷ്യയ്ക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചൈന ചെയ്തു കൊടുക്കുകയും റഷ്യയിലേക്ക് ഷീ ജിൻപിങ് സന്ദർശനം നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള 8 കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, അത് തങ്ങളുടെ തുറമുഖത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ചൈന എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എണ്ണക്കപ്പലുകളാണ് ഈ വിലക്ക് നേരിട്ടിരിക്കുന്നത്. ചൈനീസ് തുറമുഖ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞിരിക്കുന്നത്. തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ റഷ്യൻ ടാങ്കറുകളെ അനുവദിക്കാൻ ചൈനയുടെ ഷാൻഡോങ് പോർട്ട്, ഈ പോർട്ടാണ് ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ പ്രദേശത്തെ എണ്ണ ശുദ്ധീകരണ ശാലകൾ ഇറക്കുമതി ചെയ്ത എണ്ണ മാത്രമാണ് ശുദ്ധീകരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം റഷ്യയ്ക്ക് ചൈനയിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള അവമതിപ്പ് റഷ്യയ്ക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ചൈന എണ്ണ വളരെ കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റഷ്യയാണ് ക്രൂഡ് ഓയിൽ ചൈനയ്ക്കായി സപ്ലൈ ചെയ്യുന്നത്. ആ എണ്ണയാണ് ഇപ്പോൾ വരുന്ന വഴിക്ക് ചൈന തങ്ങളുടെ തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ അനുവദിക്കാത്തത് എന്ന റിപ്പോർട്ടുണ്ട്. 2022 മുതൽ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി ചൈന മാറിയിരുന്നു. എന്നിരുന്നാലും ആ കപ്പലുകൾ ഇറക്കുകയോ ഡോക്ക് ചെയ്യുകയോ ചെയ്യരുത് എന്ന് റഷ്യ ഈ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 8 ടാങ്കറുകൾ ആണ് വന്നത്. 20 ലക്ഷം ബാരൽ എണ്ണകളാണ് ഡോക്ക് ചെയ്യാൻ സമ്മതിക്കാത്തത്. അങ്ങനെ മൊത്തം 160 ലക്ഷം ബാരൽ കയറ്റുമതി റഷ്യ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട് എന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഷാൻഡോങ് എന്ന് പറയുന്ന തുറമുഖത്ത് മാത്രമല്ല ഈ സംഭവം ഉണ്ടായത്. സമീപ തുറമുഖങ്ങളായ റിഷാവോ, തന്നൈ, ക്വിങ്ദാവോ എന്നിവയിലും ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷാൻഡോങ് പോർട്ട് ഗ്രൂപ്പാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഉലയുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.